ഹായ്, ഇന്ന് നമ്മുടെ റായുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവനക്ക് നമുക്കുള്ളൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് F&Bൻ്റെ ഷോപ്പിൻ്റെ വെബ്സൈറ്റിൽ കയറി നമ്മളൊരു കേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതിന് മുമ്പ് മേടിച്ച് പരിചയമുള്ളതുകൊണ്ട് വിശ്വസിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പാൻട്രി. കൊള്ളാം അല്ലേ? അതിനൊരു അഭംഗിയായിട്ട് സൈഡിൽ കാർഡ്ബോർഡ് പൊട്ടിയൊക്കെ ഉണ്ട്. ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് ഈ പഞ്ച് ചെയ്ത് ആരുമില്ലാത്ത പാൻട്രിയിൽ ഇങ്ങനെ കയറി നോക്കുന്നതെന്നല്ലേ. അതെ, നമ്മുടെ കേക്ക് ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ ഈ ഫ്രിഡ്ജിൽ സേഫായിട്ട് വെച്ചേക്കാം. കണ്ടില്ലേ, വേറെ ഒരു സാധനമാണ്, അത് മാത്രം രാജാവിനെ പോലെ ഇങ്ങനെ ഇരിക്കുക. നമുക്കിതൊന്ന് എടുത്ത് പുറത്ത് വെച്ചാലോ, ഇല്ലെങ്കിൽ ഫ്രീസായാലോ, തണുപ്പ് കൂടിയാലോ. അതുകൊണ്ട് നൈസായിട്ട് ഞാൻ എടുത്ത് പുറത്ത് വെച്ച് എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. പക്ഷെ പാൻട്രിയിലോട്ട് ആരും വന്നിട്ടില്ല. എല്ലാവരോടും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 1 by 1 ആയിട്ട് അധികം സൗണ്ടൊന്നും വെക്കാണ്ട് വരാൻ. കണ്ടോ, നമ്മുടെ പാൻട്രി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഒക്കെ ആയിട്ടോ കാണാം. ഹൈ സെറ്റപ്പ്. ആരൊക്കെയോ വരുന്നുണ്ട്, നമുക്ക് ഹെൽപ്പ് കിട്ടും. ഇപ്പം ക്രിസ്ത്യനാണ് വരുന്നത്. ക്രിസ്ത്യൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇത് കത്തിയൊന്നും ഇല്ലല്ലോ, കത്തിയൊക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. എന്തായാലും അവൻ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം. നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് എന്താണെന്ന് വ്യൂ കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെയോ വരുന്നുണ്ട്. ഹായ്, അനുജ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുള്ളൂ കേട്ടോ. ഉണ്ണിയുണ്ട്. എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒച്ച ഉണ്ടാക്കാണ്ട് വരണമെന്ന്. കാരണം അവന് സർപ്രൈസ് ആണല്ലോ, അവനും അപ്പുറത്തിരിപ്പുണ്ട്. എങ്ങാനും അവൻ കേട്ടറിഞ്ഞാലോ, സർപ്രൈസ് പൊളിയൂലേ. അവന് യാതൊരു ഐഡിയ ഇല്ല ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുള്ള കാര്യം. കാരണം ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനൊരു ക്ലൂ ഞാൻ കൊടുത്തിട്ടില്ല. ഇതാണ് കേട്ടോ കേക്ക് ഓപ്പൺ ചെയ്തത്. എങ്ങനെ, കൊള്ളാം അല്ലേ? നൈസാ. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ചെറുതായി പോയോ എന്ന്. ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇത് മുറിക്കാൻ നോക്കിയിരിക്കും ഫ്രൂട്ട്സ് എല്ലാവരും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാം. എനിക്കൊക്കെ കിട്ടിയാൽ കിട്ടി. ഈ വീഡിയോ പ്രാന്നുള്ളതുകൊണ്ട് ഇതൊന്ന് കഴിക്കാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നമ്മൾ ആദർശിനെ ആട്ടോ ഏൽപ്പിച്ചിരിക്കുന്നത്. റായിബിനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കൊണ്ടുവരാതെ, ഇനി അവനത് കുളവാക്കി കൈ തരാണ്ടിരുന്നാൽ മതി എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഏറെക്കുറെ എല്ലാവരും തന്നെ പാൻട്രിയിൽ വന്ന് ഒക്കെ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം 2-3 പേരൂടെ വന്നാൽ മതി. ഇവരെന്താ ഇത്ര ലേറ്റ് ആവുന്നതെന്നാണ് നമ്മുടെ സംസാരം മുഴുവൻ. ഒരു കാര്യം പറഞ്ഞു തരാൻ, നേരെ ചൊവ്വ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് പറ്റില്ലേ. ഞാനാണെങ്കിൽ ഒരാളെ പോലും മിസ്സാവരുത് വീഡിയോയിലെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ണ് നട്ട് നോക്കിയിരിക്കുക. ആരെ ഓപ്പൺ ചെയ്യണം അവരെ വീഡിയോയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ച് ആൾക്കാരൊക്കെ ലേറ്റ് ആവുക. അവസാനത്തെ ട്രിപ്പും വന്നു. ഏതോ ചിരി, എവിടെ വന്നാലും ലേറ്റായിട്ട് വരുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ പിന്നെ ഇവന്മാർക്ക്. ഇനിയിപ്പം ആദർശ് റായിബിനെ കൂട്ടി ഇങ്ങോട്ട് വന്നാൽ മതി, ബാക്കി ഒക്കെ സെറ്റാണ്. അവന് നൈസായിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് വരാൻ വേണ്ടിയിട്ട്. അവൻ വരുവാണെന്ന് വെച്ചൊരു 100 വട്ടം മെസ്സേജ് അയച്ചു. അപ്പോഴൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വരല്ലേന്ന്. ഇപ്പം എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കി നിന്ന് അങ്ങനെ എത്തി മോനെ. ഞാൻ വിചാരിച്ച് കയറിയ പാടെ അവൻ ഞങ്ങളുടെ കണ്ടുവന്ന്, കാരണം ഞങ്ങളുടെ ഒച്ചപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ അവൻ ഫോണിലാണ്. പിന്നെ അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അവന് കാര്യം പിടികിട്ടാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്ന് ബാക്കി എല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവന് കത്തിയത് കേട്ടോ. അവൻ യാതൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർപ്രൈസായി. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ടപ്പോഴത്തേക്കും ആൾക്കൊരു ചെറിയ നാണൊക്കെ വന്ന് ആ ചളിഞ്ഞ മുഖം കണ്ടില്ലേ. എന്തായാലും ഹാപ്പിയായി. അപ്പോൾ പിന്നെ ഇനിയൊന്നും വെയിറ്റ് ആക്കണ്ട, കേക്ക് കട്ടിങ്ങിലോട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് എല്ലാവരും എവിടെ നിൽക്കുന്നേ. പ്രത്യേകിച്ച് എനിക്ക് ലൈറ്റിങ് ഉള്ള സ്ഥലം വേണം. പക്ഷെ മുസ്തഫ ഉണ്ട്, അപ്പാട് പറയണു റായിബിന് ആ സൈഡിൽ നിൽക്ക്, ബുർജ് ഖലീഫയുടെ വ്യൂ കിട്ടും, ആ വ്യൂ കണ്ടുകൊണ്ട് അവൻ്റെ പിക്കെടുത്ത് വീഡിയോ ചെയ്ത് മുറിക്കാന്നൊക്കെ. പക്ഷെ നമ്മൾ ക്യാമറ ചെയ്യണ ആൾക്കാർ മെയിനായിട്ട് ലൈറ്റിങ് കൂടെ നോക്കൂലോ. അവിടെ ആ ഭാഗത്ത് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നടക്കൂല മക്കളെ, ഇവിടെ ഫുൾ ഇരുട്ടാ, നിങ്ങൾ അപ്പുറത്തോട്ട് നിൽക്കുക, എന്നാലും എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ ആ പാവത്തിനെ പിടിച്ചിട്ട് ഇപ്പുറത്ത് നിർത്തി. അങ്ങനെ ഒരു തരത്തിൽ സെറ്റാക്കി നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവാട്ടാ. അങ്ങനെ മക്കളെ, കാത്തിരിപ്പിനൊരു വിരാമം കുറിച്ചുകൊണ്ട് ഫൈനലി കേക്ക് കട്ടിങ് ആരംഭിച്ചു. കേക്ക് കട്ടിങ് ആരംഭിച്ചിട്ട് എല്ലാവരുടെയും കണ്ണ് ആക്ച്വലി ആ ഫ്രൂട്ട്സിലോട്ടാണ് പോകുന്നത്. അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ആരെങ്കിലും ഒന്ന് ജസ്റ്റ് വായിലൊന്ന് ഒരു കേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തട്ടിയെടുക്കാമെന്ന് പറഞ്ഞ് കണ്ടോ, ആദ്യം തന്നെ അനുജൻ്റെ കൈ അങ്ങോട്ട് പോയി പാവം. പക്ഷെ അവൾക്കൊന്നും കിട്ടിയില്ല. നജ്മലും അടുത്തുനിന്ന് ഷബീറും നമ്മുടെ ആദർശമൊക്കെ കൂടി ആ ഫ്രൂട്ട്സൊക്കെ കൈക്കലാക്കി. ആ കുഞ്ഞ് ചെറിയുണ്ടല്ലോ, അത് മാത്രം ആരും എടുത്തില്ല കേട്ടോ. കാരണം എന്താ അറിയുമോ, അത് നല്ല പുളിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിലോട്ടൊന്നും ആരുടെ കണ്ണ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. പോയില്ല എന്നല്ല, കണ്ണ് പോയി, പക്ഷെ അറിയാവുന്നതുകൊണ്ട് അവരെ എടുത്തില്ല. പിന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു.
അനു ആ ഗ്യാപ്പിലേ നൈസായിട്ട് അവിടെ ഇരുന്ന കുഞ്ഞ് ചെറിയ എടുത്തിട്ട് നമ്മുടെ ക്രിസ്റ്റിന് കൊടുക്കുന്നുണ്ട്, കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് നല്ല പുളിയാണേ, അതാണ്. അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും ഹാപ്പിയാണ്. അവനൊട്ടും പ്രതീക്ഷിച്ചില്ല, അവനും ഹാപ്പിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നെജ്മലുണ്ട് പറയുന്നു ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കയ്യിൽ റായുവിന് ഹാപ്പി ബർത്ത്ഡേക്ക് എഴുതി വെച്ചേക്കുന്ന ആ സാധനമൊക്കെ എടുത്ത് എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക, പക്ഷെ പണ്ടാരുടെ അങ്ങ് വേണ്ടിയിട്ട് ഫോക്കസ് കിട്ടട്ടെ. എല്ലാം കഴിഞ്ഞ അവസാനം ഇതാണ് വ്യൂ മക്കളെ. എല്ലാവരും ടാറ്റ പറഞ്ഞു പോയി, ഞാനുണ്ട് ഇവിടെ ബാക്കി. പിന്നെ അതൊക്കെ ക്ലീനാക്കി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.